എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സഹിക്കുന്ന അല്ലെങ്കിൽ സഹനങ്ങൾ അനുഭവിക്കുന്ന മേഖലയിൽ നമുക്ക് സൗഖ്യം ലഭിക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തിനൊരു ഉത്തരം ലഭിക്കുവാനുള്ള വിശുദ്ധ കുരിശിൻ്റെ ലുത്തിനിയ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാപ്ഷനിൽ കൊടുത്തതുപോലെ തന്നെ ഈ ഒരു പ്രാർത്ഥന, ഈ വിശുദ്ധ കുരിശിനോടുള്ള ലുത്തിനിയ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ 3 ദിവസം ഒരു നിയോഗം എഴുതി വെച്ച് ചൊല്ലി നോക്കൂ. ഉറപ്പായും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. 2 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ക്യാൻസർ രോഗം മൂലം എല്ലാവിധത്തിലും ആ വ്യക്തി ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. സാമ്പത്തികമായും കുടുംബ ബന്ധത്തിലാണെങ്കിലും ആരോഗ്യപരമായിട്ടും. ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തതാണ് വിശുദ്ധ കുരിശിൻ്റെ ലുത്തിനിയ, ഈ ഒരു പ്രാർത്ഥന. തിരുവനന്തപുരത്താണ് ആ ഒരു വ്യക്തിയുടെ സ്വദേശം. എന്നാൽ ഇപ്പോൾ ആ വ്യക്തി ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടുകയും നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, കുടുംബ ബന്ധങ്ങൾ എല്ലാം തിരികെ ലഭിച്ച് വളരെ സന്തോഷവതിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് നമ്മുടെ രക്ഷകനായ കർത്താവായ ഈശോയുടെ തിരുക്കുരിശ്. വിശുദ്ധ കുരിശിനോടുള്ള ഈ ഒരു ലുത്തിനിയ പ്രാർത്ഥന നിങ്ങൾ 3 ദിവസം മുടങ്ങാതെ ചൊല്ലി നോക്കൂ. പറ്റുന്ന വെള്ളിയാഴ്ചകളിലൊക്കെ വൈകിട്ട് 3 മണിക്ക് നിങ്ങൾക്കിത് ചൊല്ലാവുന്നതുമാണ്. ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കുമ്പസരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നിങ്ങൾക്ക് കുമ്പസരിക്കാനുള്ള നിലവിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിലൂടെ ദിനം പ്രതി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ കൈപിടിച്ചുയർത്തുന്ന പ്രാർത്ഥനകളും സുവിശേഷ ഭാഗങ്ങളുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും യൂട്യൂബിൽ വന്ന് സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബ്ബ് ചാനൽ എടുത്ത് നോക്കുക. അതിനുള്ള പരിഹാരം ഇവിടെ ഉണ്ട്. നമ്മുടെ മുൻപുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ എടുത്ത് നോക്കി ആ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. മാത്രമല്ല, നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനകൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അത് എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ എഴുതി വെച്ച് 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ 7 പേരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒരു നിയോഗം മനസ്സിൽ സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായും 1 മാസത്തിനുള്ളിൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ ആ ഒരു ലുത്തിനിയയിലേക്ക് ഭക്തിപൂർവ്വം കടക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കുമ്പസാരിച്ചതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന 3 ദിവസം ചൊല്ലുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇനി നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നമ്മുടെ ദൈവമായ കർത്താവിനോട് നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം 3 ദിവസം മുടങ്ങാതെ ഈ ഒരു ലുത്തിനിയ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയോഗങ്ങൾ നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഈ ഒരു ലുത്തിനിയ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കുന്നതായിരിക്കും. എൻ്റെ സഹനശക്തിക്ക് അതീതമായ സങ്കടമുണ്ടാകുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എനിക്ക് അതിയായ കോപം വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എനിക്ക് ആക്ഷേപം വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എന്നെ അകാരണമായി അധികാരികൾ ശാസിക്കുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. ഞാൻ അന്യായമായി അപമാനിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എന്നിൽ അന്യായമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എൻ്റെ സങ്കടം കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. ഞാൻ അധികാരികളുടെയും മറ്റും ക്രമക്കേടുകൾ കാണുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എനിക്ക് ഭക്ഷണം
രുചിക്കാതെ വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. ഞാൻ വിശപ്പും വേദനയും ദാഹവും നിമിത്തം വലയുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എൻ്റെ രോഗാവസ്ഥയിൽ പരിചരണവും പരിഗണനയും ലഭിക്കാതെ വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ആവശ്യങ്ങൾ നിറവേറാതെ വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. എനിക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ വെറുപ്പും വിദ്വേഷവും അനുഭവപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിലും ആളുകളിലും സാഹചര്യങ്ങളിലും നിന്ന് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. ചൂട്, ശൈത്യം ആദിയായി പ്രകൃതിയിൽ നിന്ന് ക്ലേശങ്ങൾ നേരിടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. നിരാശാബോധം എന്നെ അലട്ടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ രക്ഷയെ പ്രതി എല്ലാവിധ സങ്കടങ്ങളും ക്ഷമയോടെ സഹിച്ച് അവസാനം സന്തോഷത്തോടെ കുരിശുമരണം സ്വീകരിച്ച സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ, എനിക്ക് നീ നൽകുന്ന എല്ലാ കുരിശുകളും നിന്നെ പ്രതി ക്ഷമയോടെ സഹിക്കുന്നതിന് ശക്തി നൽകണമെന്ന് നിന്റെ ദിവ്യഹൃദയത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ചും നിന്റെ പ്രിയപ്പെട്ട അമ്മയുടെ വ്യാകുലം നിറഞ്ഞ ഹൃദയത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ചും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്ന എൻ്റെ ഈ പ്രത്യേക പ്രാർത്ഥനകൾ, ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ തിരുക്കുരിശിൻ്റെ യോഗ്യതയാൽ എനിക്ക് നടത്തിത്തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒരു പ്രത്യേക ആവശ്യത്തിനായുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ആ ആവശ്യത്തിനുള്ള പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.